ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഹിബയുടെ മാരേജിന് പോവാണ്. ഇന്ന് മൈലാഞ്ചി കല്യാണം, നാളെ കല്യാണം. പോയിട്ട് വന്നാലോ? അപ്പോൾ ഞാൻ ഹിബയുടെ അടുത്തെത്തി, എറണാകുളത്തെത്തി. അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് തലേദിവസത്തെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാനപ്പോൾ അവരുടെ വീട്ടിലൊക്കെ എത്തി. അവർ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ കൂടെ ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടേതായ കുറച്ച് അറിയാലോ, കുറച്ച് ക്യൂട്ട്നെസ് വരൽ ആ സംഭവങ്ങളൊക്കെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അത് അവൾ ഡാൻസിൻ്റെ പ്രാക്ടീസ് നടത്തുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാണ്. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ അവൾ പോയി നേരെ ഹോളിലോട്ട് പോയി. അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഫാമിലി കേട്ടോ. ഫാമിലിക്കാർ മൊത്തം പച്ച കളറാണ്, മൈലാഞ്ചി കളർ പച്ച കളറാണ്. ഇതാണ് ഹോള്. അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇതാണ് ഈ ഫോട്ടോസ്. എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാനത് കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഉള്ള കോളേജ് ഫ്രണ്ട്സ്. അങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചില്ല് ചെയ്ത് ഇരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഷോർട്സായിട്ട് ആഡ് ചെയ്യാം. അത് കിട്ടിയിട്ടില്ല. ഇതാണ് ഹിബയുടെ ഫാമിലി, എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ ഡ്രസ്സിൻ്റെ തീം. മൈലാഞ്ചി കളർ ഗ്രീൻ കളറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. മൈലാഞ്ചിയൊക്കെ ഇടൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കുകയാണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസത്തെ മെഹന്തി പരിപാടിയാണ്. ഇതിനെനിക്ക് പോകാൻ പറ്റിയില്ല. ആ പരിപാടിയുടെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടേതായ സെൽഫികളും കാര്യങ്ങളും എടുത്തു. അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്ത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നാളെ മാരേജാണ്. മാരേജിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ ഞങ്ങൾ മാരേജിന് പോയി. ഇതാണ് അവളുടെ ഡ്രസ്സ്. നല്ല രസമുണ്ടായിരുന്നു. ഇത് റെഡ് കളറാണ് ഫോണിൽ കൂടെ കാണിക്കണമെങ്കിൽ. ഇത് റാണി പിങ്കാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു, കാണാൻ സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിബയ്ക്ക് ഹാപ്പി മാരീഡ് ലൈഫ്, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അവളുടേതായ കുറച്ച് എന്താ പറയുക സെൽഫീസും കാര്യങ്ങളൊക്കെ ഞാൻ അവളുടെ ഫോണിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് അവിടെ ഇരിക്കുന്നത് ചെക്കൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിൽക്കാവും കാര്യങ്ങളൊക്കെ ഉച്ചക്ക് കഴിഞ്ഞിട്ടാണ് അവർ വരുള്ളൂ. എന്താ പള്ളിയിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഗ്രൂമ് വന്നു. ചെറുക്കൻ്റെ എൻട്രി സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതാണ് അവളുടെ ഇത്താത്തമാർ. മൂത്ത ചേച്ചിയും രണ്ടാമത്തെ ചേച്ചിയും എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു അനിയനും കൂടി ഉണ്ട് കേട്ടോ. ആള് ഫാമിലി ഫോട്ടോയിലാണ് കയറിക്കണത്. എനിക്ക് കിട്ടിയിട്ടില്ല, ചില ഫോട്ടോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൽ ചേട്ടന്മാരും അനിയനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അവളുടെ ഫാമിലി, ചെക്കൻ്റെ ഫാമിലി മൊത്തം ഇതിലുണ്ട്. എനിക്ക് അങ്ങനെ മൊത്തത്തിലുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടില്ല. കുറച്ച് ഷോർട്സായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിബ എറണാകുളത്തുള്ള ഒരാളായതുകൊണ്ടും ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ ഇവൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്ലേസിലോട്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാനായിരിക്കും. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭാഗത്തോട്ടാണ് ഹിബേനെ മാരേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവളെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ഞാനറിഞ്ഞു. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരാമെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടേതായ കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാണ്. എപ്പോൾ വേണമെങ്കിലും പോയി കാണാം, എപ്പോൾ വേണമെങ്കിലും പോവാം. അവൾക്കായാലും അങ്ങനെ തന്നെ. സോ ഞാനാണ് ഭയങ്കര എക്സൈറ്റഡ് ഇവൻ്റെ മാരേജ് കഴിഞ്ഞിട്ട്, അങ്ങനെ പറയാം. സോ ഞങ്ങളിതാ ഫോട്ടോസൊക്കെ അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലോട്ടെത്തി. അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഗൈസ്.
അങ്ങനെ അവരുടെ ചടങ്ങുകളും കാര്യങ്ങളും അവരുടെ ഫാമിലി ഫുള്ള് സ്റ്റേജിലുണ്ട്. ഇനി ഇവിടുത്തെ പരിപാടികളാണ്. ഫുഡും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല റഷായിരുന്നു, നല്ല ചൂടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. വേനൽക്കാലത്ത് കല്യാണം കഴിക്കുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതും അത്ര ചൂടിൽ ഗ്രൂമും ബ്രൈഡും ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കേണ്ടത് ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ അതായത് അവരുടെ പാല് കൊടുക്കൽ ചടങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഫാമിലീസ് ഫുള്ള് സ്റ്റേജ്. ഹിബയുടെ എൻ്റെ സ്വന്തം കൂട്ടുകാരി ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞു. ഹിബയുടെ ചെറുക്കനും ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ ബെസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.